ഹായ് 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 അക്ഷയാണ്. ഗുഡ് മോർണിംഗ്. ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിലൊക്കെ പോയി. ടോയ്ലറ്റ് തപ്പി നടന്നിട്ട് ഇവിടെ നമ്മൾ ക്യാൻറ്റീൻ്റെ ഇന്നലെ വന്നില്ലേ, ഇന്നലത്തെ ക്യാൻറ്റീൻ്റെ അവിടെ ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഭക്ഷണം കൂടി കഴിച്ചിട്ടങ്ങ് പോവാം. സോ ഭക്ഷണം കഴിക്കട്ടെ. ഇന്ന് ലോഡാകുമെന്ന് അറിയില്ല. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പം വണ്ടീൻ്റെ അടുത്തേക്ക് പോകാം. ഇന്ന് എപ്പോഴാണ് ലോഡാകുമെന്നൊന്നും അറിയില്ല. 3 ഇഡലി, ഒരു ദോശ, ഒരു ഓംപ്ലേറ്റ്, ഒരു ചായ. പിന്നെ ഒരു 3 മണി വരെയൊക്കെ പിടിച്ചേക്കാനുള്ള ശേഷി ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ സമയം 10:15 കേട്ടോ രാവിലെ. ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ മിന്നാന്ന് കിടന്ന സ്ഥലത്തുനിന്ന് വേറൊരു ഡിഫറെൻ്റ് ആംഗിളിലാട്ടോ ഇപ്പം ഞാൻ നിൽക്കണത്. ഇവിടെ ഇപ്പം 2-3 കപ്പൽ കാണുന്നുണ്ട്. ആ കപ്പലില്ലേ, ആ വലിയ കപ്പൽ ക്രോസ് ആയിട്ട് നിൽക്കണേ, ആ കപ്പൽ ഞാൻ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സമയം ഇപ്പം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. ഇന്നും ലോഡൊന്നും ഇല്ലയെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അവിടെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഏതോ പാസഞ്ചർ ഷിപ്പ് വന്ന് കിടപ്പുണ്ട്, അത് പോവാണ്ട് ലോഡാക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയണത്. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഫുൾ ടൈം വണ്ടിക്കകത്തിരിക്കുക, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറത്തെ വണ്ടിയിൽ പോയിരുന്നിട്ട് ഡ്രൈവേഴ്സിനോട് സംസാരിക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം പാസിൻ്റെ പീരീഡ് കഴിഞ്ഞു. ഇനി പാസ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം വെള്ളം വന്നു കഴിഞ്ഞാൽ ഞാൻ കുളിക്കും, ഉറപ്പാണ്. എനിക്ക് ഇല്ലെങ്കിൽ പറ്റത്തില്ല. 2 ദിവസമായി ഡ്രസ്സ് മാറിയിട്ട്. ഇന്ന് വരും, അരമണിക്കൂർ കൊണ്ട് ലോഡാവും, 1 മണിക്കൂർ കൊണ്ട് ലോഡാവും. ഇതാ ഇപ്പോൾ ലോഡാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡ്രസ്സ് വരെ മാറാണ്ട് കുളിക്കാണ്ട് നിൽക്കണേ. കുളിക്കാൻ വെള്ളമില്ല ഇവിടെ, സീരിയസ്ലി വെള്ളമില്ല. വേറെ കാര്യം, ടോയ്ലറ്റിലേക്ക് 1.5 കിലോമീറ്റർ നടക്കണം. ബക്കറ്റൊക്കെ പിടിച്ച് നടക്കാനൊന്നും വയ്യ. എന്നിട്ട് അവിടെ പോയി, അവിടെ ബക്കറ്റൊന്നുമില്ല, നിങ്ങൾ കണ്ടാണല്ലോ. ടോയ്ലറ്റിലൊക്കെ ഹെൽമെറ്റൊക്കെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും കുളിക്കാൻ പറ്റില്ല. വൃത്തിയുണ്ടോയെന്ന് ചോദിച്ചാൽ ടോയ്ലറ്റൊക്കെ വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ബക്കറ്റും കപ്പൊന്നും ഇല്ലാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റി കറങ്ങി കാണാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാണാനാണ്? പോസ്റ്റ് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് സ്ഥലം കാണണം, അല്ലെങ്കിൽ ഒരുപാട് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കണം, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാട്ടോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വന്നേക്കണം. പക്ഷേ ഒന്നും നടക്കണില്ല. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 3-4-5 ദിവസം, അവിടുന്ന് ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ 3-4-5 ദിവസം. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. എനിക്ക് തോന്നുന്നു എല്ലാ ഡ്രൈവേഴ്സും അനുഭവിക്കുന്ന ഫീൽ തന്നെയാണ് ഇതുണ്ടോ. ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരിങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ കമ്പനിയാണ്. ഇവിടെ മാത്രം ഒരു 10-30 വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 7 മണിയായി. ഈ പാർക്കിങ്ങിൽ കാറ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടോ. ഞാൻ ഇവിടുന്ന് മാറ്റാം. ഇന്ന് ലോഡൊന്നുമില്ല. ഇവിടെ വേറൊരു പാർക്കിങ്ങിലേക്ക് കൊണ്ടുവന്നു. ഇതൊരു അത്യാവശ്യം നല്ല വലിയ പാർക്കിംഗ് കേട്ടോ. പക്ഷേ ഇത് പോർട്ടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ്, ഏറ്റവും എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറം കടലാണെന്ന് തോന്നുന്നത്. ഇവിടെ കുളിക്കാൻ സ്ഥലമുണ്ട് എന്ന് അണ്ണൻ പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മൾ കൂടിയുള്ളൊരു ഡ്രൈവർ. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കി. അവിടെ ഒരു കിണറുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു കിണർ അവിടെയുണ്ട്. പക്ഷേ ആ കിണറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ബക്കറ്റ് കയറെടുത്തിട്ട് കെട്ടിയിട്ട് വെള്ളം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുളിക്കാം. നല്ല വെള്ളമാണ്. ഇവിടെ എല്ലായിടത്തേക്കും വെള്ളം പോകുന്നത് ആ കിണറിൽ നിന്നാണ് തോന്നുന്നത്. പിന്നെ എവിടെ ഒരു കിണറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കിണറും കൂടി ഒന്ന് പോയി നോക്കട്ടെ. അവിടെ ബക്കറ്റൊക്കെ കയറൊക്കെ കെട്ടി വെച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് വീണ്ടും എടുത്ത് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ പുല്ല് കൂടെ ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. ഈ പുല്ലിലൊന്നും വിശ്വസിച്ച് ചവിട്ടാനൊന്നും പറ്റില്ല. നിങ്ങളൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. ഇത് ക്യാമറയിൽ തീരെ കിട്ടുന്നില്ല. റെയിൽവേ ലൈന് ക്രോസ് ചെയ്തുകൊണ്ട് കിട്ടും. എന്നിട്ട് ഇനി ഇവിടെ ഒരു ഗുഡ്സിൻ്റെ ട്രെയിൻ കിടപ്പുണ്ട്. അത് ചാടി കിടക്കണമല്ലോ. ഇത് നമുക്ക് ചാടി കിടക്കാം. ചവിട്ടി ട്രെയിനിൻ്റെ ടയർ കാണാത്തത് ഇതാ. അവിടെയാണ് കിണർ കേട്ടോ.
അവിടെ ഇവിടെ ഒരു കിണറും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ, അവിടെ ബക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ കുളിക്കും. നമ്മൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാട്ടോ കിണർ. അവിടെയും വർക്ക് നടന്നുകൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഓ നോബേ, ഈ വെള്ളത്തിൽ കുളിക്കാണ്ടിരിക്കുന്ന ബെറ്റർ. ഇത് നല്ല പച്ച കളറായിട്ടുണ്ട്, നല്ല പായൽ പിടിച്ചേക്കണം. ഇവിടെ പക്ഷെ ബക്കറ്റും കയറൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട, അവിടുന്ന് തന്നെ കുളിക്കാം. ശരി, ഇത് അനങ്ങാണ്ട് വെച്ചിട്ടേ ഒരു മോട്ടർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും അനക്കുണ്ടെങ്കിലല്ലേ പായൽ പിടിക്കാൻ പറ്റുള്ളൂ. നല്ല പച്ച കളറാണ്. ഇതിൻ്റെ അകത്തൊന്നും കുളിക്കണില്ല എന്തായാലും. നമുക്ക് അപ്പുറത്തെ കിണറിന് തന്നെ കുളിക്കാം. അവിടെ ഒരു ബക്കറ്റും കയറിന് ക്ഷാമമില്ലല്ലോ. ബെൽറ്റ് ഇഷ്ടം പോലെ ബെൽറ്റ് ഉണ്ട് വണ്ടിക്കകത്ത്. അങ്ങൊരു ബെൽറ്റ് എടുത്തിട്ട് കയറിന് ബക്കറ്റിന് വെട്ടിയിട്ട് കുളിക്കാട്ടോ. ഹായ് ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച, സമയം രാവിലെ 8:30. ഇപ്പം എന്നിട്ടേ ഉള്ളൂ. ഇന്നലെ രാത്രി കുളിച്ചില്ല കേട്ടോ. ഇന്നലെ രാത്രി കുളിച്ചില്ല കാരണം അവിടെ കിണറിൻ്റെ അവിടെ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെള്ളം എങ്ങനെയാണ് ഉള്ളതെന്ന് അറിയില്ല. അപ്പുറത്തെ കിണറിൽ പച്ച കളറും കൂടെ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു കിണറിൽ വെള്ളം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്നിട്ടേ ഉള്ളൂ. വേറെ വിശേഷമില്ല. ഞാൻ പോയി കുളിക്കട്ടെ, കിണറിൽ വെള്ളം നോക്കട്ടെ, കുളിക്കട്ടെ, പല്ലിട്ടിട്ട് ടോയ്ലറ്റ് പോലെയാണ് ബന്ധപ്പെട്ടു. ഫൈനലി ആ മുഹൂർത്തം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 3 ദിവസത്തിന് ശേഷം ഞാൻ കുളിക്കാൻ പോവുകയാണ്. നല്ല വെള്ളമാണെന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ. ഒന്ന് കുളിക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് കഴുകണം. ആ ഒരു ഫീലൊന്നും വേറെ തന്നെ കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഫീലൊന്നേ അല്ല. വെള്ളം നല്ല തെളിനീര് പോലത്തെ വെള്ളം കേട്ടോ. നല്ല വെള്ളമാണ്. ഈ മേളിൽ കാണുന്ന അഴുക്കൊന്നും നോക്കണ്ട. വെള്ളം മേളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ താഴെ വരെ കാണുന്നുണ്ട്. അങ്ങനെ കുളിച്ച് തുണി കഴുകി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഇനി വേണ്ടത് ഭക്ഷണം കഴിക്കണം. പാസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കണം. പക്ഷേ എവിടെയും ഗേറ്റ് ഇല്ലാന്ന് തോന്നണം. ഗേറ്റ് ഉണ്ടോ നോക്കിയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇന്നലെ വെച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. അവിടെ കുറേ ആൾക്കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 10ാം നമ്പർ ഗേറ്റാണ്, അതായത് ഏറ്റവും ലാസ്റ്റിലത്തെ ഗേറ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഈ ഗേറ്റ് വഴിയാണ് വണ്ടി ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ കായ്കറികൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇതെന്നാണ് പറഞ്ഞത്. ഈ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആ റൂട്ടിൽ തന്നെ പോയിട്ട് പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ നിന്ന് കുറേ നമ്മുടെ വണ്ടികൾ വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ഗേറ്റ് വഴി പുറത്തേക്ക് പോകാം. വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടു, എയർ കയറ്റിക്കൊണ്ടിരിക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു വണ്ടി ഇടാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും വണ്ടി വെക്കുമെന്നൊന്നും അറിയില്ല. ഇതുവഴി പോകാൻ പറ്റില്ല കേട്ടോ. ഇതുവഴി രാത്രി നമ്മൾ ഇങ്ങോട്ട് കയറി വന്നാൽ ഇതുവഴി പോകാൻ പറ്റില്ല. അവിടെ ട്രെയിൻ ഉണ്ട്, നമുക്ക് തിരിച്ചിട്ട് അതുവഴിയേ പോവാം.
എങ്ങനെയാ വണ്ടി വെച്ചേക്കണേ? കുറച്ചും കൂടി വരുമല്ലേ ഇപ്പം എന്നോട്ടേക്ക്? 3 ടയർ പിറകിലേക്ക് വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. 2 ടയറും കൂടി താഴേക്ക് വന്നിട്ട് 3 സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം അത്രയും ബാക്കോട്ടേക്ക് വരാൻ പാടുള്ളൂ. ഇപ്പം കറക്റ്റ് ഗ്യാപ്പായില്ലേ? കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ വരും, ഒരു പൊടിക്കൂടെ. അത് വേണ്ട, ഇപ്പോൾ സേഫാ. ഓ, ഇവിടെയൊക്കെ ഫുൾ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ. കാറ്റിൻ്റെ ടിപ്പറാണ്. ഓ, ഏതാ സാധനം എന്നറിയും. ഈ സ്റ്റെയർ കേസ് കയറിയിട്ട് വേണം മുകളിലേക്ക് കയറിയിട്ട് ഡ്രൈവ് സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എപ്പോഴാവോ ഞാൻ ഓടിക്കുക. വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കണമെന്ന്, വലിയ വണ്ടികൾ ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ ഹെവി ഡ്യൂട്ടി സാധനങ്ങളൊക്കെ എടുക്കണം, വണ്ടികളൊക്കെ എടുക്കണം, ട്രെയിലറൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പണ്ട് എല്ലാ വണ്ടിയും എടുക്കണം, അവസാനം പ്ലെയിനും എടുക്കണം. ഉണ്ടല്ലേ, ആഗ്രഹങ്ങൾ പലതുണ്ട്. ഞാൻ പുറത്തിറങ്ങി മഴ പാറാൻ തുടങ്ങി കേട്ടോ. കുടയുണ്ട്, പക്ഷെ കുടയെടുത്ത് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഇന്നലെ വെച്ച പാർക്കിങ്ങിൽ ഫുള്ള് കാറ് വെച്ചു കേട്ടോ. ഇങ്ങനെ വീണ്ടും പുറലോകം കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പോയിട്ട് ഭക്ഷണം കഴിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റുഡിയോ അങ്ങനെ ഉണ്ടോ നോക്കണം. എനിക്ക് 2-3 ടീഷർട്ട് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പോണ സമയത്ത് കാണുമ്പോൾ ഇവരൊന്ന് വേണം തോന്നിക്കഴിഞ്ഞാൽ വാങ്ങാമല്ലോ അല്ലേ? കാണുമല്ലോ. ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ. പോലീസ് സ്റ്റേഷനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എങ്ങോട്ടേക്കാ പോണതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ വെച്ച് നടക്കുക. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന അമ്പലത്തിൻ്റെ ആർട്ട് വർക്ക് ഉണ്ടല്ലോ, ഇതൊരു രക്ഷയില്ലാത്ത വർക്കാണ് കേട്ടോ. ഇതെങ്ങനെ ഇവരുണ്ടാക്കണേ? ഞാൻ ഫുഡിന് വേണ്ടി തപ്പി നടന്നപ്പോൾ മിഞ്ഞാന്ന് നമ്മൾ വന്നില്ലേ രാവിലെ ദോശ കഴിച്ച് ആ സെയിം ഹോട്ടൽ കിട്ടി കേട്ടോ. ഇവിടെ നല്ല ഭക്ഷണമാണെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഹോട്ടലാണ്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. എന്താ ഉള്ളതെന്ന് നോക്കാം. ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തേക്കണേ. ഭക്ഷണം കഴിച്ചു, നല്ല ഭക്ഷണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇങ്ങനെ നടന്നു നോക്കുക കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ചെന്നൈയിലേക്ക് കൂടി നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മുടെ കൂടെയുള്ള അണ്ണനെ നമുക്ക് ഇന്ന് വെജിറ്റബിൾ ബിരിയാണി വെച്ചുതരാന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാം. ഈ ഏരിയയിൽ ഞാൻ കിലോമീറ്റേഴ്സ് നടന്നിട്ട് കണ്ട ആകെയുള്ളൊരു മാർക്കറ്റ് കേട്ടോ. വെജിറ്റബിൾസ് കിട്ടണേ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു കൊച്ചു തക്കാളി വാങ്ങാൻ വന്നേക്കുന്നുണ്ട് കേട്ടോ. തക്കാളി പുള്ളിക്കാരൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് അലഞ്ഞേരിഞ്ഞ് നടന്നു. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ നോക്കിയെടുത്തോളം സ്റ്റുഡിയോ അങ്ങനത്തെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സും അങ്ങനെ നടക്കും തോന്നുന്നില്ല. ഞാനൊരു ഗ്ലൗസ് വാങ്ങി കേട്ടോ. സെയിം പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം പ്രോഡക്റ്റാണ്, ഒന്നുകൂടെ വാങ്ങി. അപ്പോൾ ഞാൻ ഇന്നലെ പിറക് സൈഡിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലെത്തി കേട്ടോ. നമ്മൾ അന്ന് കണ്ടത് ബാക്ക് സൈഡാണ്. ഇപ്പോൾ ഞാൻ മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വേറെ തന്നെ ഒരു സാധനമാണല്ലോ. ഇതന്നെയാണെന്ന് തോന്നുന്നു ഫ്രണ്ട് സൈഡ്. ഇവിടെ മെട്രോ, അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് ഇവിടെ ഉള്ളത് ചെന്നൈയിൽ. എല്ലാം കഴിഞ്ഞു. പച്ചക്കറി വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പം നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ഇനി നമുക്ക് അണ്ണൻ ഉണ്ടാക്കുന്ന വെജ് ബിരിയാണി നോക്കാം എങ്ങനെയുണ്ട്. എങ്ങനെയാണ് പുള്ളിക്കാർ വെജ് ബിരിയാണി, തമിഴ്നാട് സ്റ്റൈൽ വെജ് ബിരിയാണി. ഇന്ന് രാത്രി അതായിരിക്കും നമ്മുടെ ഓപ്ഷൻ.